ഫോർത്ത് ഡേ ഓഫ് 15 ഡേയ്സ് ഓൺലൈൻ സെക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു മെയിനായിട്ടും ഇന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് എന്തൊക്കെയാണ് സാറ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് രാജധാനി കൺസ്ട്രക്ഷന്റെ രാജധാനി കരിയർ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള എഞ്ചിനീയർ പ്രജീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ദീതു. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തിലേത് പഠിച്ചിരുന്നത് വാസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ സൗണ്ട് എല്ലാം ഓക്കെ ആണോ? ഓക്കെയാണ് സർ, ഓക്കെയാണ്. ശരി. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പാസ്വേഡ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് തീരുന്നതിനകത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്കന്ന് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടണം. അതിനുശേഷം അതിനകത്ത് നമ്മൾക്ക് എന്താണോ നമ്മുടെ ബിൽഡിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ആ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുക. ഇതിനകത്ത് എൻട്രി ചെയ്യുക. ഇത് 1182 1062 ആണെന്ന് വെച്ചാൽ ആ ലെങ്ത് നിങ്ങൾ എൻട്രി ചെയ്യണം. അങ്ങനെ ഈ ആപ്പിനകത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് അവിടെ കാണിക്കും. അതിൽ കോൽ വിരൽ എന്ന് പറയുന്നത് 62 കോൽ 8 വിരലാണ്. ദിക്സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. വടക്ക് ദർശനമാണ്. ഇവിടെ ചെലവ് എന്ന് പറയുന്നത്, അതായത് എക്സ്പെൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇൻകം എന്ന് പറയുന്നത് 6 കോൽ 16 വിരലാണ്. അപ്പോൾ വരവിനേക്കാൾ കുറവാണ് ചെലവ്. അതുകൊണ്ട് നമുക്കത് എടുക്കാം. നക്ഷത്രം എന്ന് പറയുന്നത് വീടിന്റെ നക്ഷത്രമായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഈ വേദ നക്ഷത്രം വരുന്ന ആൾക്കാരുടെ വീട് നമുക്ക് അങ്ങനെയുള്ള ഒരാൾ ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണമായിട്ട് വീട് വെക്കുന്ന ഒരാളുടെ ഭാര്യ ചതയ നക്ഷത്രമാണെങ്കിൽ നമ്മൾ ഇതിൽ ഈ 62 കോൽ 8 വിരൽ എടുക്കാൻ പാടില്ല. വേറൊരാൾ അളവിലേക്ക് പോകും. ഇനി വയസ്സ് യൗവനമാണ്. നമ്മൾ നല്ല അളവെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് ഈ അംശക്രമത്തിൽ പാദോനം എന്ന് പറയുന്നത് വരാൻ പാടില്ല. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. എന്തായാലും നിങ്ങളിപ്പോ ഇങ്ങനെ മാത്രം അറിയുക. പാദോനം എന്ന് എഴുതി കാണിക്കുന്ന അളവ് എടുക്കാൻ പാടില്ല അംശക്രമത്തിൽ. നിത്യദാരിദ്ര്യവും ദുരിതവുമാകുമെന്നാണ് മനുഷ്യന്റെ ചന്ദ്രിക പറയുന്നത്. അപ്പൊ ആ പാദോനവും ഒഴിവാക്കണം. അപ്പോൾ മരണച്ചുറ്റിനേക്കാൾ പ്രശ്നമാണ് ഈ പാദോനം. അതുകൊണ്ട് ഈ പാദോനം കൂടെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനെന്ന് മാത്രമാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടത്. ആ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വേദനക്ഷത്രം അഥവാ ചതയം നക്ഷത്രത്തില് ഓരോ അളവിനും ഓരോ നക്ഷത്രം പറയുന്നുണ്ട്. വേദനക്ഷത്രം എന്ന് പറയുന്നുണ്ട്. അത് ആളിന് വരാൻ പാടില്ല. രണ്ടാമതായിട്ട് പറഞ്ഞത് അംശക്രമത്തിൽ പാദോന്നം വരാത്തതും നമ്മൾ എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പ്ലാനിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് നോക്കാം. അറേഞ്ച്മെന്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാറ് നമുക്ക് ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ വേണമെന്നായിരിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്ലാനിനെ നമുക്ക് പെർഫെക്റ്റ് ആക്കി ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇതൊരു വീടിന്റെ പ്ലാനാണ്. ഈ പ്ലാൻ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളത് ഈ അളവൊന്ന് അടിച്ചു നോക്കുക. ഈ 1272 അതായത് 12.72 12.72 11.25 നിങ്ങളുടെ ഇതിനകത്തേക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് വരുമെന്ന് നോക്കും. 12.72 11.25 ആർക്കെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയിട്ട് പറയാമോ? 12.72 11.25 നിങ്ങൾക്ക് തന്ന ആ ആപ്പിനകത്തൊന്ന് അടിച്ചു നോക്കിയിട്ട് റിസൾട്ട് പറയുക. പറയൂ. റിസൾട്ടിന്റെ സ്ഥാനത്ത് ബാഡ് എന്ന് കാണിക്കുന്നു. ഏജ് പറയൂ. ഏജ്
ഏജ് ഓൾഡ് ഏജ് ഉം. ഏജ് ഇതിലെ ഏജ് അല്ലേ കിട്ടുന്ന റിസൾട്ടിലെ ഏജ് അല്ലേ? ആ റിസൾട്ടിലെ ഏജ് ഓൾഡ് ഏജ്. ആ വോൾട്ടേജ് ആണ്. അതായത് ചെറിയ ഒരു വ്യത്യാസം കൂടെ വന്നു കഴിഞ്ഞാൽ അത് മരണച്ചുറ്റിലേക്ക്. അപ്പൊ ഈ അളവിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് വാർദ്ധക്യത്തിന്റെ അവസാനമാണ് നമ്മുടെ ഈ വീടിന്റെ പ്ലാൻ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ രീതിയിലാണ് നമ്മൾ കറക്റ്റ് ആക്കുന്നത്. സാർ അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ സാർ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നവരാണ് ഈ ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് ഞാൻ ആപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും. അവര് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം 12.72 എന്നും 11.25 എന്നും അടിക്കുക. അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ വീടിന്റെ ഏജ് എന്തെന്ന് കിട്ടും. ഏജ് ഓൾഡ് ഏജ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ മാറ്റിയാൽ അത് മലയാളത്തിൽ പഠിച്ചിട്ട് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യം എന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സാർ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ആ ഇന്നലെ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ തുടർച്ചയായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, പഴയ അപ്പൊ ലിങ്ക് ഇന്നലെ തന്നെയാണ്. ലിങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ലിങ്ക് സെയിം ലിങ്ക് ആണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഉം. സൺഡേ ആയിരുന്നല്ലോ, അപ്പൊ അല്ല അല്ല, ലീവ് എല്ലാവരും ആയിരിക്കും. കയറിയായിരുന്നല്ലോ. ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ ഒരുപാട്. കാരണം ഇതുപോലെ ഒരു റിസൾട്ട് അവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ അല്ലേ? കണ്ടു. 66 കോൽ 8 വിരൽ, ദിക്ക് 7. അപ്പൊ വാർദ്ധക്യമാണ് വന്നേക്കുന്നത്. വാർദ്ധക്യത്തിൽ വന്ന എന്താ ദോഷം? ഇവരൊക്കെ പറയാമോ എന്താണ് ദോഷം നമ്മൾ പറഞ്ഞ്? ഒരാൾ പറയൂ, എന്താണ് വാർദ്ധക്യത്തിന്റെ ദോഷം? പോട്ടെ, ആ മരണച്ചുറ്റിനോട് അടുത്തതാണ്. നിങ്ങൾ ചെറുതായിട്ട് അളവ് മാറ്റി കഴിഞ്ഞാൽ മരണത്തിലേക്ക് വരും. അതല്ലേ തന്നെ ഇത് അധമമാണ്. അപ്പൊ ഇതിന്റെ അളവ് നമുക്ക് വാർദ്ധക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അസുഖം, രോഗം, അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഈ അളവിനെ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം പറയാമോ? എന്ത് ചെയ്താൽ മാറും? കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കണം. ഇതിപ്പോ ഒരു ബേസ്മെന്റ് കെട്ടിയിട്ടിരുന്ന ഒരു വീടായതുകൊണ്ട് ഈ അളവിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടി നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ അളവിനെ ലേശം കൂടെ കൂട്ടിയിട്ട്, അതായത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി ഇങ്ങനെ നീട്ടിയെടുക്കാം. ഞാൻ നീട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അളവ് മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അങ്ങനെ നീട്ടിയെടുക്കുന്ന ഞാനൊരു ആപ്പിന്റെ പാസ്വേഡ് ഞാൻ അയച്ചുതരാം. ആ പാസ്വേഡ് കൂടെ കിട്ടിയതിനു ശേഷം നമുക്ക് നാളെ അതിനെക്കുറിച്ചുകൂടെ നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത്. ശരി, ഇനിയിപ്പോ നമുക്ക് ആ വാസ്തുവിന്റെ ക്ലാസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അതിന്റെ റെക്കോർഡഡ് വെർഷൻ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറാതെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചോളം ഈ പ്ലാൻ പെർഫെക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്ലാൻ പെർഫെക്റ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ പ്ലാൻ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ കുഴപ്പങ്ങളെന്ന് ഞാനൊന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരാൾ എന്തൊക്കെയാണ്. അപ്പൊ ഇവിടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് 2.46. ശരിക്കും ഈ ലെങ്ത് 2.46. ശരിക്കും അത്രയും ആവശ്യമൊന്നുമില്ല. പഴയ കാലഘട്ടത്തിൽ അത്രയും കൊടുക്കാറുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതിനകത്ത് വന്നാൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് കൂടെ വേണമെന്നൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. അതായത് ഒരു ചെയർ കൂടെ ഇടണം, അടുത്തുകൂടെ ഒരു ടീപ്പോ വയ്ക്കണം, അടുത്തൊരു ചെയർ കൂടെ ഇടണം. ഇങ്ങനെയുള്ള സംവിധാനത്തിലാണ് ഇത്രയും കൊടുക്കാറ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അത്രയും വലിയ സിറ്റ് ഔട്ട് കൊടുക്കാറില്ല. ഒരു 1.5 1.8. കാര്യം ഇന്ന് വർഗോ ഇതാണ് സോപാനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇടുകയാണ്. അതായത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ കണക്ക് റെഡിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്ട് ഇത്രയും സിറ്റ് ഔട്ട് മതിയാവും. ബാക്കി ഇത്രയും വ്യത്യാസം ആവശ്യമില്ലാത്ത ഇതാണ്. പക്ഷെ ഇവർ അടിസ്ഥാനം കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊരു ബേസ്മെന്റ് കെട്ടിയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇത് കെട്ടി അടിസ്ഥാനത്തിൽ ബേസ്മെന്റ് കെട്ടി കഴിയുമ്പോൾ ഈ വീടിന്റെ
ചുറ്റളവ് മാറുന്നുണ്ട്. ബേസ്മെന്റിന്റെ ചുറ്റളവ് മാറുന്നുണ്ട്. ആ ബേസ്മെന്റിന്റെ ചുറ്റളവ് ഇത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സൗണ്ടിന് വല്ല കുഴപ്പമുണ്ടോ? സൗണ്ട് ഓക്കെയാണ് സർ. ആ ഓക്കെ ശരി. ഓക്കെയാണ് ഓക്കെയാണ്. ശരി ശരി ഓക്കെ. അപ്പോ ഇതിന് ബേസ്മെന്റ് കെട്ടിയിട്ടിരിക്കുമ്പോൾ അത് മരണച്ചുറ്റിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ വലിപ്പം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മരണച്ചുറ്റിലേക്ക് പോയത്. അപ്പൊ ഇതിന്റെ ബേസ്മെന്റ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് കെട്ടാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞാനിത് പിന്നീട് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴുള്ള പ്ലാനാണ് ഇത്. അപ്പൊ ഈ പ്ലാനിലെ കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ പറയാം. പൊതുവായിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ്, ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് വന്നതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഡൈനിങ് ഹാളിന് സ്പേസ് ഇല്ലാതായി. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസ് എന്ന് പറയുന്നത് 180 ആണ്. 180 ഇൻറ്റു 120 ആണ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈസ്. 180 ഇൻറ്റു 120 ആണ് ഡൈനിങ് ടേബിളിന്റെ സൈസ്. 120 ഇൻറ്റു 180 ആണ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ഓക്കെ, ആവശ്യമില്ലാതെ ഒന്ന് മെസ്സേജ് അയക്കല്ലേ. നിങ്ങൾ കൂടുതൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിലോട്ട് പോകും. ഓക്കെ, എന്തെങ്കിലും അർജന്റ് ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കും. ശരി, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 180 ആണ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിന്റെ സൈസ്. ഇത് 180ഉം ഇത് 120ഉമാണ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈസ്. അപ്പൊ ഇതില് നമുക്കൊരാൾക്ക് സാധാരണ ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ നമുക്ക്, അതായത് നമുക്കൊരു ചെയർ ഇട്ട് നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട സൈസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടു. ഡൈനിങ് ടേബിള് ഇപ്പൊ ഇവർ കാണിച്ചിരിക്കുന്ന ടൈപ്പിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരത് ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥ ഡൈനിങ് ടേബിള് ഏതാണ്ട് ഇത്രയും വരും, 180 വരും. 180, 120 എന്ന് പറയുന്ന സൈസിലാണ് ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പൊ ഇതില് ഇവിടെ 60 സെന്റിമീറ്റർ നമുക്ക് ഒരു ചെയർ ഇടാനായിട്ട് വേണം. ഇപ്പുറത്തും അത് തന്നെയാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോ വീണ്ടും നമുക്ക് ചെയർ ഇടണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തത്തില് ഇത് 180 വരും. ഈ ഡൈനിങ് ടേബിളിന്റെ സൈസ് 180 വരും. അപ്പൊ 180 പ്ലസ് ഇവിടെ 60 സെന്റി, ഇപ്പുറത്തും 60 സെന്റി. അങ്ങനെ വരുമ്പോഴത്തേക്ക് 300 സെന്റിമീറ്റർ നമുക്ക് ഈ കറക്റ്റ് ആവുമായിട്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാനായിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ പോയി നമുക്ക് എന്തെങ്കിലും വിളമ്പിയൊക്കെ കൊടുക്കാനായിട്ട് ഉള്ള സ്ഥലം ഇല്ലെന്ന് വരും. അപ്പൊ ഇവിടെ ചെയ്തത്, ഈ വരച്ച ആളെന്ത് ചെയ്തു, ഡൈനിങ് ടേബിൾ ഒന്ന് ചെറുതാക്കി വെച്ചു. അപ്പൊ ശരിക്കും അങ്ങനെ ഡൈനിങ് ടേബിൾ ചെറുതാക്കി വെച്ചാൽ പറ്റത്തില്ല. ഡൈനിങ് ടേബിളിന് ഞാൻ നേരത്തെ പറയുന്ന, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നമ്മുടെ ഡൈനിങ് ടേബിളിന് ശരിക്കും 180 സൈസാണ് കൊടുക്കുന്നത്. 3 പേർക്ക് ഇരിക്കാവുന്ന സൈസാണ്. അപ്പൊ ഇവിടെ 180 ഈ ലെങ്ത് വരും. ഇത് 120 വരും. അപ്പൊ ഈ 180 വരുന്നിടത്ത് നമ്മൾ വീണ്ടും ഒരു ചെയർ ഇടുന്നു, അടുത്ത് വീണ്ടും ഒരു ചെയർ ഇടുന്നു. അപ്പോൾ 60 സെന്റിമീറ്റർ നമുക്ക് ഈ ചെയർ ഇടുന്നതിനായിട്ട്. അടുത്ത് പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ ഈ പറഞ്ഞ 60 സെന്റി ഇടും. അപ്പോ ഇതൊരു 60, ഇതും ഒരു 60. അപ്പൊ 120 180 പ്ലസ് 120 എന്ന് പറയുമ്പോഴത്തേക്ക് 200, 300 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടായിരിക്കും. എന്തിന്? അതായത് നമുക്ക് ചെയർ ഇട്ട് ഇരിക്കാനുള്ള ഡിസ്റ്റൻസ്, ടേബിളും കൂടെ. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടി നിന്നിട്ട് വേണം, ഈ ഗ്യാപ്പിൽ കൂടെ വേണം ഒരാൾക്ക് വന്നിട്ട് നമുക്കിവിടെ എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് സെർവ് ചെയ്ത് കൊടുക്കണം, വിളമ്പി കൊടുക്കണം. അതിനുള്ള 30 സെന്റിമീറ്റർ ഗ്യാപ്പ് കൂടെ നമ്മൾ ഇടേണ്ടത്.
അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് 300 പറ്റില്ല, പ്ലസ് ഒരു 60 കൂടെ കിട്ടും. അപ്പൊ 360 ഉണ്ടെങ്കിലേ നമുക്ക് ഡൈനിങ് ടേബിൾ ഈ ഷേപ്പിൽ ഇടാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിനെ തിരിച്ച് നമുക്ക് ഇടേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം, സ്ഥലം കിട്ടുമോ നോക്കാം. തിരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഈ രീതിയിൽ ഇടാൻ പോവുകയാണ്. ഇങ്ങനെ ഇടുന്നു. അപ്പൊ ഇത് 120, ഇത് 60, ഇതും 60. അങ്ങനെ വരുമ്പോ 120 പ്ലസ് 60 60 240 120 240 എന്ന് വരും. 240 പ്ലസ് ഈ സൈഡിൽ ഒരു 30 സെന്റ് കൊടുത്തു, അപ്പൊ 270. ഇപ്പുറത്തും ഒരു 30 സെന്റ് കൊടുത്തു, അപ്പോൾ 290 300 സെന്റ് 300 കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് 297 ഉള്ളൂ, ശരിയാണ്. പക്ഷെ ഈ ഡോറിലേക്ക്, ഈ കിച്ചന്റെ ഈ ഡോറിന്റെ അകത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ പറയുന്ന ഡ്രൈവ് വേ എന്നാണ്. ഈ ഡ്രൈവ് വേ 90 സെന്റ് അല്ലെങ്കിൽ 1 മീറ്റർ നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ ഇയാൾ ചെയറിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ള സ്പേസ് കൃത്യമായിട്ട് കിട്ടത്തില്ല. ഇതാണ് ഇവിടെ വരുന്ന ഈ ഒരു പ്ലാനിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് ഈ ചെയർ, ഇവിടത്തെ ഈ ചെയർ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്ലാന് വരച്ചേക്കുന്നതൊക്കെ പറ്റില്ല, പകരം ഇങ്ങനെ ഇടേണ്ടി വരും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് വാഷ് ബേസിൻ, നമുക്ക് കൈ കഴുകുന്നത് എവിടെയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ കൈ കഴുകുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വാഷ് ബേസിൻ ഈ കോർണറിലെ വല്ലതും കൊടുത്താൽ, അല്ലെങ്കിൽ ഇവിടെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവര് മാറാതെ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. കാരണം ഒരു 30 സെന്റ് ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അവിടെ പോയി നിന്ന് കഴുകാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ വീതി കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട്. അത് കിച്ചന്റെ ഡോറ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇതുപോലെ ചെയർ എടുക്കും, എന്നിട്ട് നമുക്ക് ഇതിന് നെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഡിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇടാനൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തിട്ട് ഇതുപോലെ ഇതിനെ ചെറുതാക്കി വെച്ചു. എത്ര വേണോ നമുക്ക് ചെറുതാക്കാൻ. പക്ഷെ ഇവിടെ ഡൈനിങ് ടേബിൾ പണിത് കൊണ്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ചെയറൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 300 × 360 നമുക്ക് മിനിമം കിട്ടത്തക്ക രീതി ആയിരിക്കണം നിങ്ങൾ ചെയ്യണം. അതായത് നമുക്കിവിടെ കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഏതാണ്ട് 360 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ട്രാഫിക് ഇത് വരാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡോറ് വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു ഡൈനിങ് ടേബിളിന്റെ ഔട്ടർ ടു ഔട്ടർ പ്ലസ് നമുക്ക് അവിടുത്തെ ട്രാഫിക് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം സെർവ് ചെയ്യാനുള്ള സ്ഥലവും വരുമ്പോൾ 300 കൃത്യമായിട്ടും അടുത്തത് 360 നമുക്ക് കിട്ടിയാലേ നമുക്ക് കൃത്യമായിട്ട് നിന്നിട്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ മിനിമം ഡൈനിങ് ടേബിളിന്, ഡൈനിങ് റൂമിന് 300 × 360 നിങ്ങൾ കൊടുത്തിരിക്കണം. അത് മാത്രവുമല്ല, അങ്ങനെ ഇവിടെ 300 കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്തു കൂടി മറ്റൊരു പ്ലാസ്, അതായത് ഒരു ഡ്രൈവ് വേ വരണം. ഡ്രൈവ് വേ മീൻസ് നമുക്ക് നടന്നു പോകാനുള്ള വഴി വരണം. അങ്ങനെ വരികയാണെങ്കിൽ ആ അളവ് കൂടെ ഇതിന്റെ അകത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രൈവ് വേ വരികയാണെങ്കിൽ 390 നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു 90 സെന്റിയുടെ സ്പേസ് കിട്ടും. അപ്പൊ ഇത് നിങ്ങളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ആ രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇതിപ്പോ ബേസ്മെന്റ് മാത്രമേ കെട്ടിയിട്ടിട്ടുള്ളൂ, നമുക്കിത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ പോയതിനു ശേഷം ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏരിയ യഥാർത്ഥത്തിൽ വേസ്റ്റാണ്.
ഇനി ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആകെ 3 പേരാണുള്ളത്. ഒരു അച്ഛനും അമ്മയും ഒരു മകനും. ഇപ്പൊ താഴെ 3 ടോയ്ലറ്റും മുകളിൽ 2 ബെഡ്റൂമിൽ 2 ടോയ്ലറ്റ്, 5 ടോയ്ലറ്റ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, സാറേ നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് ഒക്കെ ഒഴിവാക്കിയാൽ എന്താ? അപ്പോ അവരുടെ അച്ഛൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പറ്റൂല സാറേ, അത് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് വേണം. നമുക്കൊരു കോമൺ ടോയ്ലറ്റ് വേണം. അപ്പൊ വീണ്ടും അവർ പറയാണ്, ഇപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് മൊത്തം ഞങ്ങള് 3 പേരേ ഉള്ളൂ, ഞങ്ങൾക്ക് മൊത്തം ഇപ്പൊ 5 ടോയ്ലറ്റ്. ഒരു ടോയ്ലറ്റ് ഒഴിവാക്കാൻ പറ്റിയാൽ ഒരുപാട് ലക്ഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു കൊടുത്തൊരു മാർഗം നിങ്ങളുമായിട്ട് ഇപ്പൊ പങ്കുവയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാനൊരു ഐഡിയ പറയുന്നത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ടോയ്ലറ്റിന്റെ ഡോറ് ഈ ഭാഗത്ത് കൊടുക്കും. അതിനുശേഷം ബെഡ്റൂമിന്റെ ഡോറും ഇവിടെ കൊടുത്തു. ഈ സ്ഥലത്ത് ഞാൻ ഒരു ടെമ്പററി ആയിട്ടൊരു ഡോറാണ് കൊടുത്തത്. അപ്പൊ ഇനി നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. സാധാരണ കേസിൽ ഈ ഡോർ ഞാൻ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഇതുവഴി കയറിയിട്ട് നമുക്ക് ബെഡ്റൂമിലേക്കും പോകാം, ഇതുവഴി ഇവർക്ക് ടോയ്ലറ്റിലേക്കും പോകാം. അപ്പൊ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാതാണ്. ഈ കേസ് എപ്പോഴെങ്കിലും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ മാത്രം ക്ലോസ് ചെയ്യാം. ഔട്ടറിലുള്ള ഡോറ് ക്ലോസ് ചെയ്യും. ഡോറാണ് ഈ ഔട്ടറിലെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ബെഡ്റൂമുകാർക്ക് മാത്രമേ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ നമുക്ക് ഒരേ സമയം തന്നെ കോമൺ ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ടും ഉപയോഗിക്കാം. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ടോയ്ലറ്റിന്റെ ഡോറ് ഈ ഭാഗത്ത് കൊടുത്തു. ഈ ബെഡ്റൂമിന് ഒരു ഡോർ കൂടെ കൊടുത്തു. ഞാൻ ഇത് വീണ്ടും പറയുന്നത് ബേസ്മെന്റ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇത് ചെയ്യാനൊക്കെ സാധിച്ചത്. ഇവിടെ ഒരു ആർച്ചിന്റെ ഓപ്പണിംഗും കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ വെച്ചു. ഓക്കെ, ഇത്രയുമാണ് ചെയ്തത്. അപ്പോ ഇത് തുറന്നിട്ടിരിക്കുമ്പോൾ ഇത് ബെഡ്റൂമും ഇത് കോമൺ ടോയ്ലറ്റുമാണ്. ഈ സ്ലൈഡിംഗ് ഡോറ് ഞാനങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ബെഡ്റൂമുകാർക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന പോലെ ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഈ രീതിയിലാണ് ഞാനിത് കറക്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അങ്ങനെ വന്നപ്പോ ഈ ടോയ്ലറ്റിന്റെ ഉപയോഗം നമുക്ക് ഇല്ലാന്നാക്കി. ഈ ടോയ്ലറ്റ് നമുക്ക് വേണ്ടെന്നായി. അപ്പൊ ഈ ടോയ്ലറ്റ് ഇവിടെ നിന്ന് മാറിക്കിട്ടിയപ്പോ നമുക്ക് ഇനി ഈ ഏരിയയെ എങ്ങനെ നമുക്ക് ഹാളിലേക്ക് കൊണ്ടുവരാം. അതായത് ഈ ഡൈനിങ് റൂമിന് വലിയ സൈസ് നമുക്ക് കൊടുക്കാം. അതിന് ഞാനൊരു മാർഗം പറയാം. ഈ ടോയ്ലറ്റ് ഒക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് സ്റ്റെപ്പ് തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഏതെത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 12-13 സ്റ്റെപ്പുകളും എത്തും. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വരാം. അങ്ങനെ വന്നപ്പോ ഈ ഹാൾ അങ്ങ് വലിയ ഹാളായി, വളരെ വിശാലമായ ഹാളായി. അതായത് ഇവിടെ നിന്ന് 180 23 ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് 103 ഉണ്ടായി. അതില് 90 സെന്റിയാണ് നമ്മളിപ്പോ ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബാക്കി 113 സെന്റിനും കൂടെ ഇതിലൂടെ കൂടി. അപ്പോൾ 3 മീറ്ററും 4 മീറ്ററോളം ഇതിന്റെ വലിപ്പം കൂടി. അപ്പൊ ഇതൊരു വിശാലമായ ഹാളാക്കി മാറ്റാനായിട്ട് സാധിച്ചു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മാറ്റം, ഞാൻ വരുത്തിയ മാറ്റങ്ങൾ കാണാം. ഒന്ന്, ഞാൻ ഇവിടെ ഒരു ഡോർ വെച്ചു, അതിനുശേഷം ഇവിടെ ഒരു ഡോർ വെച്ചു, ഇത് ക്ലോസ് ചെയ്തു, എന്നിട്ട് ഈ രീതിയിൽ പ്ലാൻ കൊടുത്തു. ഇതിനെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കോമൺ ടോയ്ലറ്റും ഒരേ സമയം ഉപയോഗിക്കാനായിട്ട് ചെയ്യും. ഡൈനിങ് റൂമിന്റെ വലുപ്പം കുറവ് കാരണം ഞാൻ ഈ ഒരു ടോയ്ലറ്റിനെ മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കൊടുത്തു. ഇതിങ്ങനെ കറങ്ങിപ്പോയപ്പോൾ ഈ ഡൈനിങ് റൂം വലിയ റൂമായിട്ടും. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വന്നപ്പോ ഇവർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കിച്ചൺ.
ഇത് വർക്ക് ഏരിയ. അപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ കയറിയിട്ടാണ് വർക്ക് ഏരിയ. ഇനി വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ വർക്ക് ഏരിയക്ക് ഇവർ ഡോർ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ഡോറില്ല. അപ്പൊ ഈ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെങ്കിലും ജോലിക്കാരെയൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പൊ ഇവര് ഈ കിച്ചണിന്റെ താക്കോലൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഇവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുമോ എന്ന് ഇവർക്കൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ മുളകും മല്ലിയും ഒക്കെ ചിലപ്പോൾ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയാലോ. മറ്റത് വർക്ക് ഏരിയയിൽ അവർ താക്കോല് മാത്രം കൊടുക്കുകയും ഇതങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇവർക്ക് ആവശ്യത്തിനുള്ള സാധനം മാത്രം ഇവിടെ എടുത്ത് വെച്ചു കൊടുത്താൽ മതി. അവർ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി പാചകവും ചെയ്തു. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ കിച്ചന്റെയും വർക്ക് ഏരിയയും തമ്മിൽ ഡോർ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ ഡോറ് കൊടുക്കാൻ പറ്റുമോ സാറേ എന്നാണ് ഇവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഡോറ് കൊടുക്കാൻ പറ്റും. ഡോറ് കൊടുത്താൽ വരുന്നത് ഒന്നാമത് ഈ ഡോറ് ഒന്നുകിൽ നമുക്ക് ഇങ്ങോട്ട് തുറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തുറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തുറക്കേണ്ടി വരും. ഈ 4 ഡയറക്ഷനിലേക്ക് തുറന്നാലും നമുക്ക് പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ഡോറിനെ ഈ സൈഡിലേക്ക് തുറക്കാം. ഈ സൈഡിലേക്ക് തുറക്കുമ്പോൾ നമുക്ക് കിച്ചന്റെ സ്ലാബിൽ പ്രശ്നം. എന്നാൽ നമുക്ക് ഇത് ഇങ്ങോട്ട് തുറക്കാന്ന് വെക്കാം. ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ ഡോറ് തുറന്നു വെക്കുമ്പോൾ ഇതാണ്. അപ്പൊ അതും നമുക്ക് പറ്റത്തില്ല. അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡോറിനെ ഇങ്ങോട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡോറ് തുറക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഡോറിനെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഡോർ തുറക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾക്ക് നിൽക്കാനോ മറ്റു കാര്യങ്ങളോ പറ്റില്ല. അയാളുടെ പിറത്ത് തട്ടും. അപ്പൊ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇവർ നിൽക്കുന്നു. ഒരാൾ വന്ന് പെട്ടെന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ പിറത്ത് അത് തട്ടും. അതുമല്ല, ഇത് 180 ആണ് ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഡോറുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആകെ ഉള്ളത് സ്ലൈഡിങ് ഡോർ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറ് ഫിറ്റ് ചെയ്യാം. പക്ഷെ ഈ സ്ലൈഡിങ് ഡോറിനുള്ള പ്രശ്നം അതത്ര സ്ട്രോങ് അല്ല. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ലൈഡിങ് ഡോറും അത്ര പെർഫെക്റ്റ് ആണ്. അടുത്ത് പിന്നീട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കിച്ചണിൽ കയറിയിട്ടല്ല വർക്ക് ഏരിയ. ഇത് കിച്ചണിൽ കയറിയിട്ട് വർക്ക് ഏരിയ പോയപ്പോൾ മറ്റൊരു കുഴപ്പം, നമുക്ക് ഈ സ്ഥലത്തൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ. ആകെ കിഴക്കാണ്, ഈസ്റ്റ് സൈഡാണിത്. ഈസ്റ്റ് സൈഡിലേക്ക്, അതായത് ഭിത്തിയിലേക്ക് വരുന്ന സ്ഥലത്ത് മാക്സിമം സ്ലാബുകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഏരിയ മാക്സിമം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയ ഇവിടെ ആയിട്ട് മാറും. അതും നമുക്ക് ഇങ്ങനെ ഡോറൊക്കെ തുറന്നു വെക്കുമ്പോൾ ബുദ്ധിമുട്ടുമായി. അടുത്ത് ഇവിടെ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. അതായത് റോഡ് എപ്പോഴും നമ്മൾ ഒരു വെന്റിലേഷൻ കൊടുക്കേണ്ടതും അതുപോലെ കിച്ചൺ സ്ലാബും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഔട്ടർ ഭിത്തിയോട് ചേർത്ത്. അപ്പൊ ഇത് ഔട്ടർ ഭിത്തിയോട് ചേർത്തിട്ടുള്ള ആ ഒരു ലെങ്തിനെ ബാധിച്ചു. അതുകൊണ്ട് ഈ ഡോറ് ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് നമുക്ക് ഇതിനെ വർക്ക് ഏരിയയും ഇതിനെ കിച്ചണും ആക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പൊ ഇത് കിച്ചൺ, ഇത് വർക്ക് ഏരിയ. അപ്പൊ ഇവിടെ ഒരു ഡോറ് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ കിച്ചണിലോട്ട് കയറാം. അതിനുശേഷം നമുക്ക് വർക്ക് ഏരിയയിലേക്ക്. അല്ലാതെ ഈ പറയുന്നത് കിച്ചൺ എന്ന വർക്ക് ഏരിയയിലേക്ക് വരുന്നതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്കിവിടെ അനുഭവം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നോക്കാം. ആദ്യമായിട്ടുണ്ടായിരുന്നത് ഇവർ കിച്ചണിൽ നിന്നാണ് വർക്ക് ഏരിയയിലോട്ട് കയറിയത്. അപ്പൊ നമ്മുടെ ക്ലയന്റിന് വന്നൊരു ആവശ്യം വർക്ക് ഏരിയയും കിച്ചണുമായിട്ട് ഒരു ഡോർ ഇട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഡോർ തുറക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ തുറക്കിയാൽ കിച്ചൺ സ്ലാബ് അടയും, ഇങ്ങനെ തുറക്കി കഴിഞ്ഞാൽ ഈ ഡോറ് തുറക്കുമ്പോൾ പ്രശ്നമാവും, ഇങ്ങനെ വന്നാൽ ഈ ഡോറ് തുറക്കുമ്പോൾ പ്രശ്നമാവും,
ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ആയപ്പോൾ പിന്നീട് നമ്മൾക്ക് എടുത്തൊരു ഐഡിയ, നമുക്ക് സ്ലൈഡിംഗ് ഡോർ. അപ്പൊ സ്ലൈഡിംഗ് ഡോറിനുള്ള ഒരു കുഴപ്പം, അത് അത്ര സേഫ്റ്റി അല്ല. അത് നമുക്ക് ഈ ചെറിയ ഗ്യാപ്പ് അവിടെ കിടക്കുന്നത് കൊണ്ട് ഇതിനകത്തൂടെ എലിയും അതുപോലെ തന്നെ ചിലപ്പോൾ പല്ലിയും അതുപോലുള്ളതൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ അടുത്തതായിട്ട് വന്നത്, ഈ ഔട്ടർ വാളില് നമുക്ക് മാക്സിമം സ്ലാബ് കൊടുക്കാൻ പറ്റുന്നത്. ഇന്നർ വാളിലാണ് ഈ സ്ലാബ് പടം പൊളിച്ചേക്കുന്നത്. അപ്പൊ ഇന്നർ വാളിലേക്ക് നമ്മൾ ഇതേ കണക്ക് വരച്ചാൽ വരുന്ന ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ ഏരിയ ഉപയോഗിക്കാൻ പറ്റാതെ ഈസ്റ്റ് സൈഡിൽ നമുക്ക് ആകെ ഒരു ചെറിയ സ്ലാബ് മാത്രമേ, അങ്ങനെ കിട്ടിയാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ അതിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ സാധനത്തെ വർക്ക് ഏരിയയെ നമുക്ക് കിച്ചൺ ആക്കിയും കിച്ചൺ ഇരിക്കുന്നതിനെ വർക്ക് ഏരിയ ആക്കിയും ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ കൊടുത്തു, ഇത് മൊത്തം കിച്ചൺ ആക്കി, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനൊരു ഡോർ കൊടുത്തു. ആ ഡോറിലൂടെ നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഇവിടെ ഒരു ഡോർ കൊടുത്തു, അവിടെ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം എന്ന് വെച്ചു. അപ്പൊ അടുത്തൊരു പ്രശ്നം, നമുക്ക് ഇതിനകത്ത് ഒരു വാഷ് ബേസിന് നമുക്ക് കൈ കഴുകാനുള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാം. അത് ഇവിടെ കൊടുക്കാം. ഇതൊരു ഓപ്ഷൻ ആയിട്ട് വന്നു, നമുക്ക് ഇവിടെ കൊടുക്കാം എന്നുള്ളത്. അപ്പൊ ഒരു ഓപ്ഷൻ പറഞ്ഞത്, നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ അടിയിലോട്ട് കൊടുക്കാം. ഈ സ്റ്റെയർ കേസിന്റെ അടിയിലോട്ട് നമുക്ക് ഇവിടെ ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഭാഗത്ത് വല്ലതും കൊടുക്കാം. പക്ഷെ ഇതൊരു നല്ല ഭംഗിയായിട്ട് വരണമെങ്കിൽ നല്ലൊരു മാർഗം എന്ന് പറയുന്നത്, ഇവിടെ നിന്നൊരു 60 സെന്റി സ്ഥലം നമ്മൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു വാഷ് ബേസിനൊക്കെ വെച്ച് നല്ലൊരു കൗണ്ടർ ടോപ്പ് കണക്ക് നമുക്ക് 2 സൈഡിലൊക്കെ കബോർഡൊക്കെ കൊടുത്ത് നല്ല LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ വലിയ ഹോട്ടലിലൊക്കെ കിടക്കുന്ന കണക്ക് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വർക്ക് ഏരിയയെ സംബന്ധിച്ചുള്ള ഇത് വലിയ വർക്ക് ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡോറും കൊടുത്തു കഴിഞ്ഞാൽ ഇതും കറക്റ്റായിട്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഈ വീട് ഒരു പെർഫെക്റ്റ് വീടിലേക്ക് മാറി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ഒന്ന്, ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് കിച്ചൺ ആയിരുന്നു, ഇത് വർക്ക് ഏരിയ ആയിരുന്നു, ഇത് കിച്ചൺ ആയിരുന്നു. വർക്ക് ഏരിയയെ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ എടുത്തിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ബീം വാർത്തിട്ട് എന്ത് ചെയ്തു, ഇതിനെ കിച്ചൺ ആക്കി. എന്നിട്ട് ഇവിടെ ഒരു ഡോർ കൊടുത്തു, അതിനുശേഷം ഇവിടെ ഒരു ഡോർ കൊടുത്തു, എന്നിട്ട് വർക്ക് ഏരിയ കൊടുത്തു. എന്നിട്ട് വർക്ക് ഏരിയയിൽ നിന്ന് ഒരു 60 സെന്റി സ്ഥലം കൂടെ ഞാൻ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം വർക്ക് ഏരിയയിൽ നിന്ന് കുറച്ച് സ്ഥലം കൂടെ എടുത്ത് ഇത് ഒരു കബോർഡാക്കി മാറ്റി. അതിനുശേഷം ഇതിനോട് ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഡോർ വെച്ചു, ഇവിടെയും ഒരു ഡോർ. അപ്പൊ ഇവിടെ എൽ ഷേപ്പിൽ നമുക്ക് സ്ലാബ് കൊടുക്കാനും പറ്റി. അപ്പൊ അത്യാവശ്യത്തിന് നമുക്ക് ചെയ്യാം. അതല്ല എൽ ഷേപ്പിന് കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് നല്ലൊരു ഫ്രീ ആക്കി ഇട്ടിരുന്നാലും നല്ലൊരു സ്പേസ് കിട്ടും. ഈ വർക്ക് ഏരിയക്കകത്ത് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് 1.90 1.90 നമുക്ക് ഇവിടെ കൊടുക്കാം. 2.70 നമുക്ക് കിച്ചണിൽ കൊടുക്കാം. അതായത് കിച്ചന്റെ സ്പേസ് എടുത്ത് വർക്ക് ഏരിയയിലും കിച്ചന്റെ സ്പേസ് എടുത്തിട്ട് നമ്മൾ വർക്ക് ഏരിയ നിൽക്കുന്നിടത്ത് കൊടുത്ത് അവിടെ ഒരു ബീം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഫൗണ്ടേഷനിൽ ഇളക്കിയിട്ട് ഒരു ബീം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കാണാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാഞ്ഞത് കൊണ്ടും ടോയ്ലറ്റിന്റെ എണ്ണം 5 എണ്ണം ആയതുകൊണ്ടും അതിനെ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇവിടെ ആക്കി കോമണും അറ്റാച്ചഡും ഒരേ സമയം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു സ്ലൈഡിങ് കൊടുത്തുകൊണ്ട് കറക്റ്റ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം, അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഈ ഏരിയ ലാൻഡിങ്ങിന്റെ ഈ ഒരു ഭാഗം എന്താണ്, ഈ ഒരു ഫ്ലൈറ്റിന്റെ ഏരിയ കൂടെ നമുക്ക് ഇപ്പുറത്ത് കിട്ടി. ആ ഏരിയ കൂടെ കിട്ടിയതോടുകൂടി ഡൈനിങ് ടേബിളിന്റെ സാധനം 4 മീറ്റർ ചില്ലറയായിട്ട് മാറും. അപ്പൊ അത് കുറച്ചുകൂടി നല്ല സ്പേസ് കിട്ടി. അടുത്ത് പിന്നെ നമ്മൾ നോക്കിയത് കിച്ചണും വർക്ക് ഏരിയയുമായിരുന്നു. അപ്പൊ കിച്ചണും വർക്ക് ഏരിയയും 2 സ്ഥലത്ത് വന്നു. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് വർക്ക് ഏരിയയും ഇവിടെ വലിപ്പം കുറച്ച് കൂട്ടി കിച്ചൺ ആക്കി. അത് കഴിഞ്ഞിട്ട് കിച്ചന്റെ വലിപ്പം കുറച്ചിട്ട് വർക്ക് ഏരിയ ആക്കി. അപ്പൊ വർക്ക് ഏരിയ ഓവർ സൈസ് ആയിരുന്നു. നമുക്ക്
അവിടെ ഡൈനിങ് ടേബിളിലേക്ക് ഒരു വാഷ് ബേസിൻ വേണമായിരുന്നു. അത് അവിടെ നിന്ന് ഒരു 60 സെന്റിമീറ്റർ കട്ട് ചെയ്തുകൊണ്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതിന്റെ കബോർഡുകളും അവിടെ സെറ്റ് ചെയ്തു. അതോടുകൂടി അവർക്ക് അത്യാവശ്യത്തിന് വലിയ ഡൈനിങ് ഹാളായി. നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ വർക്ക് ഏരിയ പോകാൻ പറ്റി. അവിടെ ഒരു ഡോറ് കൊടുത്ത് ക്ലോസ് ചെയ്തു. അവർക്ക് വാഷ് ബേസിൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതൊരു എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു. സർ വാഷ് ബേസിൻ എവിടെ വെച്ചെന്നാ പറഞ്ഞത്? വാഷ് ബേസിൻ വെച്ചത്, വാഷ് ബേസിൻ മാത്രമായിട്ട് ഞാൻ വരയ്ക്കാം, നോക്കാം. ഇത് 190 190 പിടിച്ചിട്ട് ആദ്യം ഇങ്ങനെ വർക്ക് ഏരിയ വലുതാക്കി. വർക്ക് ഏരിയ വലുതാക്കിയിട്ട് ഈ വർക്ക് ഏരിയയുടെ ഈ വാളന്ന് ഒരു 60 സെന്റി കൂടെ ഇനി അകത്തോട്ടെടുത്തു. അകത്തോട്ടെടുത്തിട്ട് ഇവിടെ ഒരു ഭിത്തി കെട്ടിയപ്പോൾ ഇതിനകത്തേക്ക് വാഷ് ബേസിൻ വെക്കാം. ഒരു സ്ലാബ് വാർത്തിട്ട് വാഷ് ബേസിനും അതിന്റെ രണ്ടറ്റത്തും കബോർഡുകൾ കൊടുത്തു. ഓക്കെ, 360 ഉണ്ട് അതിന്. അപ്പൊ നമുക്ക് 270 നമുക്ക് ഈ കിച്ചണിൽ കിട്ടും, വർക്ക് ഏരിയക്ക് കിട്ടും. അങ്ങനെ ആയപ്പോ ഇവിടെ ഇതായി. അതിനുശേഷം കിച്ചന്റെ ഡോർ ഇവിടെ വെച്ചു. ഓക്കെ, കിച്ചൺ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ഡോർ കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ ഡോർ കൊടുത്തു. അപ്പൊ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ള ഡോറായി. ഇത് ക്ലോസ്ഡ് ഡോറായി. ഇതും ക്ലോസ്ഡ് ഡോറാണ്. നമുക്ക് തുറന്നു വെക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ ഡോർ തുറന്നു വെക്കാൻ ബുദ്ധിമുട്ട്. ഈ രീതിയിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെയാണ്. അപ്പൊ ഇതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു തന്നതാണ്. ഇതുപോലെ നിങ്ങളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന്റെ ആ ഉപയോഗിക്കുന്ന സൗകര്യം കൂടി നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് എഞ്ചിനീയർ ആകാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ക്ലയന്റിന് വേണ്ടത് അവരെക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ എഞ്ചിനീയർ. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സൈറ്റ് നിൽക്കുന്നവനല്ല എഞ്ചിനീയർ. നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നവനെയാണ് ഒരു പ്രൊഫഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം സാലറിയിലേക്ക് പോകുന്നത്. സാറേ, ആ ടോയ്ലറ്റ് ഒന്ന് പറഞ്ഞുതരുമോ എങ്ങനെ ചെയ്തെന്ന്? ഏത് ടോയ്ലറ്റാ? ആ ടോയ്ലറ്റിന്റെ അവിടെ 2 എണ്ണം ആക്കി പറഞ്ഞില്ലേ, ആ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത ദിവസം ഞാൻ അതിന്റെ ഒരു പ്ലാൻ എന്റെ ഇരിപ്പുണ്ട്, ഞാൻ വരച്ചു കൊടുത്തത് ഇരിപ്പോട്ടെ, അതൊന്നുകൂടെ ഇടാം. എങ്കിലും ഞാൻ ഇപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് പറയാം, ഒന്ന് നോക്കോളൂ. എന്നിട്ട് ആ പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടണമെന്നില്ല, എങ്കിലും നോക്കാം. ആദ്യം ചെയ്തത് ഈ ഡോറ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഒരു ഡോർ വെച്ചു. ബെഡ്റൂമിന്റെ ഈ ഭിത്തി കുറച്ചുകൂടെ നീട്ടി. എന്നിട്ട് ബെഡ്റൂമിന്റെ ഡോറ് ഇവിടെ കൂടെ പോകും. ഓക്കെ ആണോ? അതിനുശേഷം ഇതൊരു സ്ലൈഡിംഗ് ഡോറോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ഡോർ ആയിട്ട് ഫിറ്റ് ചെയ്തു. അപ്പൊ ഈ ടെമ്പററി ഡോറ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഡോറില്ല എന്നുണ്ടെങ്കിൽ, ഡോറില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ബെഡ്റൂമിനകത്തേക്കും ആൾക്കാർക്ക് വരാം, കോമൺ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഓക്കെയാണ്. ആ, ഇനി ഈ ഡോറ് എപ്പോഴെങ്കിലും ക്ലോസ് ചെയ്താൽ ഈ ബെഡ്റൂമിന്റെ ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട് മാറും. അത് നല്ലൊരു ഐഡിയ ആണ്, മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടോയ്ലറ്റിനെ തന്നെ കോമൺ ടോയ്ലറ്റ് ആയിട്ടും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ടോയ്ലറ്റിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾ ആ ഒരു ടോയ്ലറ്റ് ഒഴിവാക്കിയാൽ ആ ഏരിയ ഇവിടെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡൈനിങ് ഹാൾ വലുതാക്കാം. അങ്ങനെ ഡൈനിങ് ഹാൾ വലുതാക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 4 മീറ്ററോളം സൈസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിലായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും, നമുക്ക് പോകാനൊക്കെ കിട്ടും. അതായത് ഇങ്ങനൊരു വാഷ് ബേസിൻ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ അകത്തോട്ട് എടുത്ത് ഒരു 60 സെന്റ് ഇങ്ങനെ അകത്തോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിൻ. ആ ഭിത്തിയുടെ വണ്ണം കൂടെ കിട്ടുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്, വലിയ വിശാലമായിട്ട് കിട്ടും. വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ല, അതുപോലെ ഒരു സെറ്റ് ഇതൊക്കെ കൊടുത്ത് നല്ല മിറർ കൊടുത്ത് അതിൽ കബോർഡൊക്കെ കൊടുത്ത് LED ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു പ്ലാനിനെ ഡിസറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ആവും. അതായത് ഈ പ്ലാനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയപ്പോൾ തന്നെ അതിന് അവർക്ക് ഭയങ്കരമായ എഫക്റ്റ് ആണ് ഉണ്ടായത്. ഓക്കെ, അടുത്ത് പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് ഇവിടെ ഈ ഡോർ തുറക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിംഗ് റൂമിന്റെ ഡോർ അടയ്ക്കും. ഇതും ഒരു വലിയ വിഷയം. ഇത് പല സ്ഥലത്തും കാണുന്നതാണ്. ഡ്രസ്സിംഗ് റൂമിന്റെ ഡോർ ഇങ്ങനെ ചെയ്യുമ്പോൾ അടഞ്ഞു പോകും. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ ഡോറിനെ തിരിച്ച് ഇങ്ങോട്ട് തുറക്കും. അങ്ങനെ തുറക്കുമ്പോൾ 180 ആയി. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഈ ഡ്രസ്സിംഗ് റൂമും കൂടെ വരുന്നതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ 320 ഉള്ളൂ. ഈ 320 നമുക്ക് ഡ്രസ്സിംഗ് റൂം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 190 ഉണ്ട്, 193 ഉണ്ട്. ആ 193-നകത്ത് നമുക്ക് ഒരു ക്ലോസറ്റ്, അതായത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഡ്രൈ ചെയ്തുകൊണ്ട് ഈ ബാത്റൂമിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം ഇവിടെ നമ്മൾ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ഏരിയ എന്ന് പറയും. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തു, ഇതിനെ ഡ്രൈ ഏരിയ എന്ന് പറയുന്നു. ഇത് ഇവിടെ നമ്മൾ ക്ലോസറ്റ് കൊടുത്ത സെമി വെറ്റ് ഏരിയ എന്ന് പറയാം. ഇവിടെയാണ് വെറ്റ് ഏരിയ ആയിട്ട്, ഇവിടെയാണ് നമ്മൾ ഷവറും കാര്യങ്ങളും. അങ്ങനെ ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഈ വാഷ് ബേസിന്റെ അടുത്തായാലും ക്ലോസറ്റിന്റെ അടുത്തായാലും എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കിടക്കും, എന്ന് വെച്ചാൽ ഉണങ്ങിക്കിടക്കും. അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ സഹായമായി. അതായത് നമുക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു വാഷ് ബേസിൻ കൊടുക്കണം, അത് കഴിഞ്ഞ് നമ്മളൊരു ക്ലോസറ്റ് കൊടുക്കണം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമുക്കൊന്ന് അത്യാവശ്യത്തിന് ഫേസ് വാഷ് ചെയ്യണം, മുഖം കഴുകാനായിട്ട് കയറണമെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസറ്റ് ഉപയോഗിക്കണമെങ്കിലോ നമ്മുടെ കാലിൽ സോക്സ് ഒക്കെ ഉണ്ടെങ്കിലും വലിയ വിഷയമില്ല. ഇന്ന് പല ബാത്റൂമുകളിലും നമ്മൾ കയറുമ്പോഴുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ അടുക്കി അല്ല ട്രെയിനിന്റെ ഇതിനകത്ത് കമ്പാർട്ട്മെന്റിനകത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ ടോയ്ലറ്റുകളിൽ, അതുപോലെ ഇങ്ങനെ അടുക്കി വെച്ച്. അപ്പൊ വരുന്നത് ടോയ്ലറ്റിന്റെ സൈസ് കുറച്ച് കുറവാണ്, കുറയ്ക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഷവറിന്റെ വെള്ളം ചിലപ്പോൾ ക്ലോസറ്റിൽ വീണിട്ട്, എന്ന് വെച്ചാൽ ആ ബാത്റൂമിന്റെ അകത്ത് മൊത്തം വെള്ളമായിരിക്കും. എപ്പോഴും ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം സമയം കഴിയാതെ ഇതിനകത്തെ ആ വെറ്റ് മാറത്തില്ല. അപ്പൊ അതൊരു പെർഫെക്റ്റ് പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് ഒരു വാഷ് ബേസിൻ, അത് കഴിഞ്ഞ് പിന്നീട് ക്ലോസറ്റ്, അത് കഴിഞ്ഞിട്ട് ബാത്റൂം, ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് ഒരു എഞ്ചിനീയറുടെ കഴിവിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ബാത്റൂം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഒരു അതായത് ഡ്രൈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് ബേസിൻ കൊടുക്കുന്ന ഏരിയ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്ലോസറ്റിന്റെ ഏരിയ, അവിടെ നമ്മൾ പറയുന്ന പേരാണ് സെമി വെറ്റ് ഏരിയ. പിന്നീട് വെറ്റ് ഏരിയ, അതായത് നമ്മൾ നനയ്ക്കുന്നത് കുളിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷവറിന്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള മാൻഹോളൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ടൊന്നും ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ അങ്ങ് താത്തൂടെ ഫ്ലോർ അങ്ങനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകം എപ്പോഴും ഡ്രൈ ആയിട്ട്. അപ്പൊ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പ്ലാനിനെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ മാറ്റി കൊടുത്താൽ അത് വലിയ ഒരു സഹായമായിട്ട് ക്ലയന്റിന്. അപ്പൊ നിങ്ങൾ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 240, 300 ആ റേഞ്ചെങ്കിലും ഒരു ടോയ്ലറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാനായിട്ട്. അത് ഇന്ന് ഒരുവിധമുള്ള വലിയ ഫാമിലികളൊക്കെ വീട് വയ്ക്കുന്ന സമയത്ത് അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സൗകര്യപ്രദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നും മുഖം കഴുകാൻ കയറുന്ന സമയത്തും നമ്മുടെ സോക്സ് നനയത്തില്ല, നമ്മുടെ കാല് നനയത്തില്ല. അപ്പൊ ഈ ബാത്റൂമിനകത്തൊന്നും പെട്ടെന്ന് കേടുവരുത്തും ചെളി വരത്തുമില്ല. ഓക്കെ, ക്ലിയർ ആണോ?
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യാനായിട്ട് നോക്കാം. അടുത്ത് പിന്നെ വന്നത് ഈ പൂജാമുറിയുടെ സൈസാണ്. പൂജാമുറിയുടെ ഇവിടെ ഇത്രയും ഏരിയ വേസ്റ്റ് ആണ്. പൂജാമുറിയും നമ്മൾ കണക്കിലെടുക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കണക്കുകളുണ്ടല്ലോ. അതിൽ ഈ പൂജാമുറിയുടെ ലെങ്തും ബ്രെഡ്ത്തും ഇതിനകത്ത് അടിച്ചു നോക്കുമ്പോൾ നല്ലൊരു കണക്ക് കിട്ടും. അതും 1 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത്. അതേ പൂജാമുറികൾക്ക് മാക്സിമം 1 കൊടുക്കാൻ. അപ്പൊ അങ്ങനെ വരത്തക്ക രീതിയിൽ ആ പൂജാമുറിയെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ഇതായിട്ട് മാറും. ഇനി നമുക്ക് വേണ്ടത് ഒരു പാർട്ടീഷൻ വാൾ. എന്തിനാ ഈ പാർട്ടീഷൻ വാൾ കൊടുക്കുന്നത്? ഇവിടെ ഡ്രോയിങ് ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ നമുക്കൊരു വേർതിരിവ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു TV സ്റ്റാൻഡ് നന്നായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഈ ഡൈനിങ് ടേബിള് ഇവിടെ കുറച്ചുകൂടെ നീട്ടി കൊടുക്കാം. ഈ ഡോറിന്റെ ഇതേ ലെങ്തിന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ ബെഡ്റൂമിലോട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതോ ഒന്നും വലുതാ അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കിതൊരു TV സ്റ്റാൻഡായിട്ടും ഇപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ വെക്കാനും ഈ ഡൈനിങ് ടേബിളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാനോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇതാക്കാനായിട്ട് 2 സൈഡും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പാർട്ടീഷൻ വാൾ കൂടെ കൊടുത്ത് നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വരും. അപ്പൊ ഈ രീതിയിൽ ഒരു പ്ലാനിനെ മാറ്റാനും കൂടി നിങ്ങൾക്ക് പരിശീലനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പരിശീലനം നേടുമ്പോൾ നമുക്ക് വലിയ നിലയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വേണ്ടുന്ന ക്ലയന്റ് അതിന് സന്തോഷവാന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എഡ്യൂക്കേറ്റഡ് ക്ലയന്റ് ആണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമുക്ക് വേണ്ടിയിട്ട് വർക്കുകൾ പിടിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാനുകളിലും വർക്കുകളിലും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു പ്ലാനിങ്ങിൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് അടിസ്ഥാനം കെട്ടിയിരുന്നതാണ്. പിന്നീട് ഞാൻ ഇതിന്റെ കളവുകൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നല്ല രീതിയിൽ അവർ പൂർത്തിയാക്കി ഇപ്പൊ താമസവുമായ ഒരു വീടാണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക്. ഓക്കെ ആണോ? ഓക്കെ സാർ. ശരി. ഇതൊരു വീടിന്റെ പ്ലാനാണ്. ഈ പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറയാനുണ്ടോ? ഈ പ്ലാൻ എന്തെങ്കിലും മിസ്റ്റേക്ക്? ഇപ്പൊ നിങ്ങളെ ആദ്യം നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു പ്ലാനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഞാനിപ്പോ ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന കേൾക്കുന്നില്ല? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്ലാനിൽ, ഞാനിപ്പോ ഇട്ടിരിക്കുന്ന പ്ലാൻ കണ്ടല്ലോ, ഈ ഒരു പ്ലാനിൽ എന്താണ് മിസ്റ്റേക്ക്? ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക്? TV പ്ലേസ് ചെയ്യാനായിട്ട് കേട്ടില്ല. TV യൂണിറ്റ് സ്പേസ് ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. എന്റെ സൗണ്ട് കുറവാണോ അതോ എനിക്ക് കേൾക്കാൻ പറ്റാത്താണോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം. പുള്ളിക്കാരൻ പറഞ്ഞത് TV യൂണിറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് ഇടവില്ലെന്നാണ് പറഞ്ഞത്. TV യൂണിറ്റാ?
അതെ. ആ അല്ല ഡൈനിങ് ടേബിൾ ആ വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൈനിങ് റൂമിന് എത്ര സൈസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. 360 360 ഇങ്ങോട്ടുള്ളത് ഓക്കെയാണ്. പക്ഷെ അതെ ഇങ്ങനെയുള്ളത് എത്രയേ ഉള്ളൂ? 224 അവിടെ ഉള്ളൂ. 224 ഉള്ളൂ. എന്നിട്ട് വരച്ചു വെച്ചിരിക്കുന്ന ഇതെന്ത് ചെയ്തു? ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരെ ചെറുതാക്കി വെച്ചു. അപ്പോ ഇവിടത്തെ ഡൈനിങ് റൂമിനകത്ത് നമുക്ക് ചെയർ ഇട്ടിടാൻ പറ്റത്തില്ല. അടുത്ത് അത് കിച്ചണിൽ നിന്നും ഒരുപാട് ദൂരെയും. ഇനി ദാ ഇത്രയും ഏരിയ ഇവർക്ക് യഥാർത്ഥത്തിൽ വേസ്റ്റാണ്. ഇതും കൂടെ അങ്ങ് സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വെച്ചാലും മതിയായിരുന്നു. അങ്ങനെയാണെങ്കിലും ഈ ലിവിംഗ് ഹാളിന് അത്രയും വലിപ്പം തന്നെ കിട്ടും. നല്ല വിശാലമായ സിറ്റ് ഔട്ട് എങ്കിലും ആയി. അപ്പോ ഒന്നാമത്തെ ഏരിയ ഇത്രയും ഏരിയ ഇവര് പാസേജ് ആയിട്ട് കളഞ്ഞു. ഇത്രയും ഏരിയ പാസേജ് ആയിട്ട്. അതിന് പകരം ഇവിടെ ഡോർ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഡോർ വെച്ചാലും മതി. ഇവിടെ ഡോർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇത് തുറന്നു കറന്നു ഇത്രയും സ്ഥലത്ത് നമുക്ക് എൽ ഷേപ്പിൽ ഇത് ഇടുകയും ചെയ്യാം. പക്ഷെ ഇവിടെ ഡൈനിങ്ങിന്റെ ഫലം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ തൊട്ടേ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു പ്ലാനിന്റെ കുഴപ്പം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഏരിയ ട്രാഫിക് ഏരിയ ആയിട്ട് ഇവർ കൊണ്ട് കളഞ്ഞു. പകരം ഇത്രയും ഏരിയ ആകട്ടെ നമുക്ക് ഉപയോഗമില്ലാതെ. അതേസമയം സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായി പോവുകയും ചെയ്തു. 150 x 197 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ട്രാഫിക് ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു ചെയറോ മറ്റു കാര്യങ്ങളോ ഇടാനുള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ നമ്മളൊരു പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ ഒരു വിശാലതയൊക്കെ ഫീലിൽ ഇത് ചെയ്യണമെങ്കിൽ സിറ്റ് ഔട്ട് കുറച്ചുകൂടി വലുപ്പം കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിനെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഇത്രയും വലിയ സിറ്റ് ഔട്ടെങ്കിലും കിട്ടുമായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഡോറിന്റെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഇത്രയും ഒരു ഡ്രോയിങ് ഹാള് അല്ലെങ്കിൽ ഡൈനിങ് ഇതിന്റെ ഇത് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോഴും നമ്മുടെ പഴയ പ്രശ്നം ഇവിടെ നിൽക്കുകയാണ്. ഡൈനിങ് ടേബിളിന് വലിപ്പമില്ല, അല്ലെങ്കിൽ ഡൈനിങ് റൂമിന് വലിപ്പമില്ല. ആ ഡൈനിങ് റൂം കിച്ചണുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസും വന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടുത്തെ വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് വന്നത്. അടുത്ത ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു നല്ല ഐഡിയ ആയിരുന്നു. ഇവിടെ കൂടെ ഒരു ഡോറ് കൊടുത്താൽ നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്താൽ ഇത് പിന്നെന്താവും? അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ഡോറും അങ്ങ് തുറന്നിട്ടാൽ കോമൺ ടോയ്ലറ്റും ആവും. അങ്ങനെ ഒരു ഐഡിയ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ തന്നെ പിന്നെ ഇത് ഉപയോഗശൂന്യമാകും. അതായത് ഇതിനകത്ത് ഡൈനിങ് ടേബിൾ ഇടാനായിട്ട് സ്പേസ് ഇല്ല എന്നൊരു വിഷയമുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ചുകൂടെ? നമുക്ക് ഡൈനിങ് ടേബിൾ എന്തുകൊണ്ട് ഇവിടെ ആക്കുന്നതിന് പകരം ഇവിടെ ഇട്ടുകൂടാ? ഇടാം. പക്ഷെ വരുന്ന കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്. ട്രാഫിക് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാഫിക്കിന്റെ ആ ഇതിനെ ബാധിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ചെയറൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ്റൂമിലോട്ട് പോകാനുള്ള വഴിയെ ബാധിക്കും. ഇവിടെയാണെങ്കിൽ ഈ സ്റ്റെപ്പിലോട്ട് കയറാനുള്ള വഴിയെയും ബാധിക്കും. കിച്ചണിലേക്കുള്ള പോകുന്നത് പ്രശ്നം. അതായത് ഈ ഒരു സ്ഥലം മൊത്തം ട്രാഫിക് ഏരിയ ആക്കി നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ പ്ലാൻ വരച്ച്. എവിടെയൊക്കെ പോകണം നോക്കും. ഇവിടെ സ്റ്റെയർ കേസിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇത്രയും സ്ഥലം നമ്മൾ വിടും. ഈ ബെഡ്റൂമിലേക്ക് കയറാനായിട്ട് ഇത്രയും സ്ഥലം നമ്മൾ വിടും. കിച്ചണിലേക്ക് കയറാനായിട്ട് നമുക്ക് സ്ഥലം വിടും. അപ്പൊ ബാക്കി ഇത്ര സ്ഥലം മാത്രമേ നമുക്ക് ഉപയോഗത്തിൽ കിട്ടുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഈ ഒരു പ്ലാനിന്റെ പ്രശ്നം. എന്ന് വെച്ചാൽ ഏരിയ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ ഏരിയകൾ പലതും ഇവര് വേസ്റ്റ് ആക്കി. അപ്പൊ ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരെണ്ണം പറയാം. ഇത് ഒഴിവാക്കണമെങ്കിൽ ഇതായി ഒരു ടോയ്ലറ്റ് എങ്കിലും ഒഴിവാക്കാം. ഈ ടോയ്ലറ്റ് ഇവിടെ നിന്ന് മാറ്റിയാൽ കുറച്ചെങ്കിലും നമുക്ക് സ്ഥലം കിട്ടും. ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് നമുക്ക് ഇത് വെക്കാനെങ്കിലും പറ്റും, ഡൈനിങ് ടേബിൾ ഇടാനെങ്കിലും പറ്റും. പക്ഷെ ഇപ്പോഴും ഡൈനിങ് ടേബിളിന്റെ ഡിസ്റ്റൻസ് ദൂരെ തന്നെയാണ്.
അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഭേദഗതികൾ എന്തെല്ലാം കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇതിനൊരു അറേഞ്ച്മെന്റ് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനിന്റെ മിസ്റ്റേക്കുകളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ നല്ല മിടുക്കരായ എഞ്ചിനീയറായി. അപ്പൊ അതിന് ഞാനിപ്പോ ഒരു ഐഡിയ പറയാം. നമുക്ക് ഈ ഡോറിന്റെ അടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റെയർ കേസിനെ ഇവിടെ ഇടാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഫ്രീ ആയി ഇവിടെ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് കൊടുക്കാം. ഇത്രയും സ്ഥലം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈനിങ് ടേബിൾ നന്നായിട്ട് ഇടും. കാര്യം ഇവിടെ ഇത് ടോയ്ലറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ഇത്രയും സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടി വരയ്ക്കാം, ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടോയ്ലറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇത് ഇത്രയും ഞാൻ സിറ്റ് ഔട്ട് ആക്കി എടുത്തു. ഇത്രയും സിറ്റ് ഔട്ട്. അതിനുശേഷം ഇവിടെ ഒരു ഡോർ വയ്ക്കുന്നു. ഡോർ വെച്ചിട്ട് സിറ്റ് ഔട്ടിലോട്ട് കയറും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോർ ഇങ്ങനെ ചെറുതായിട്ടൊരു ഭിത്തി കണക്കിയോട് തള്ളിക്കൊടുത്താൽ ഇവിടെയും ഡോർ വയ്ക്കും. എന്നിട്ട് ഈ ഡൈനിങ്ങിന്റെ ഏരിയയും ടോയ്ലറ്റിന്റെ ഏരിയയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് വിശാലമായ ഒരു ഹാളായി, ഡ്രോയിങ് ഹാളായി. അതിനുശേഷം ഈ ടോയ്ലറ്റിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കാം. ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഈ ഡോറിനെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡോർ വെച്ചാൽ ഇത് ഈ ബെഡ്റൂമിന് ഒരു നല്ല പ്രൈവസിയുമായി ഇതിന്റെ അടിയിൽ ഒരു ടോയ്ലറ്റ്. ഇനി ഈ സ്റ്റെയർ കേസിനെ എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇങ്ങനെ നമുക്കൊരു സി ഷേപ്പിലൊക്കെ കൊടുത്താൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഈ ഒരു ഭിത്തിയൻ മാർക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പാർട്ടീഷനോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഇത്രയും സ്ഥലത്ത് നമുക്ക് നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് കിച്ചന്റെ അടുത്ത് തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയണോ? നമുക്ക് ഒന്നുകൂടെ പറയാം. ഞാൻ ഈ പറയുന്നത് ഒരു ഐഡിയ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഉപയോഗിക്കാം. ഞാനൊന്ന് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർ അറേഞ്ച് ചെയ്യുന്നത് എന്ന് മാത്രം. നോക്കാം, ഇവിടെ ഇതിങ്ങനെ എടുത്തു. ഇത് അപ്പോ ഇതിനെ കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാർട്ടീഷൻ വാളുകളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഡോർ കൊടുക്കുക. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഡ്രോയിങ് ഹാളിലേക്ക് കയറാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യുക. ഈ ഡോർ വേണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളത് കിട്ടും. ഓക്കെ, ക്ലോസ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് ഇവിടെ നിന്ന് ഡോറൊക്കെ തുറന്ന് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ. എന്നിട്ട് ഈ ടോയ്ലറ്റിനെ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് നല്ലൊരു ഡ്രോയിങ് ഹാളായി. അവിടെ നിന്ന് ഈ ഡോറിനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് കൊടുക്കാം. ഇത്രയും നമുക്കൊരു ടോയ്ലറ്റ്, ഇവിടെ ഡോറും വയ്ക്കാം. അപ്പോൾ ബെഡ്റൂമായി അതിൻ്റെ ടോയ്ലറ്റായി. ഇവിടെ നമ്മളൊരു സ്റ്റെയർ കേസ് കൊടുക്കാം. അതായി കഴിഞ്ഞു. ഈ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പാർട്ടീഷനോ മറ്റോ ഒക്കെ കൊടുത്തിട്ട് നല്ല ഒരു ഡ്രോയിങ് ഹാളായിട്ട് എടുക്കാം. ഈ ഭാഗം ഇത്രയും നമുക്ക് വിശാലമായ ഒരു ഡൈനിങ് ഹാളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്ക് കിച്ചണിൽ നിന്ന് വലിയ ദൂരമില്ലാതെ കിട്ടും. ഇത് ഒരു മെത്തേഡ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ഡൈനിങ് റൂം എന്ന് പറയുമ്പോൾ 300x360 കൃത്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡൈനിങ് ടേബിൾ ഇട്ട് അതിനകത്ത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അടുത്തൊരു പ്ലാനിലേക്ക് പോവാം. ഈ ഒരു പ്ലാനിന് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയും.
ഈ ഒരു പ്ലാനുള്ള ഒരു മിസ്റ്റേക്ക് പറയും. ടെക്സ്റ്റ് ചെയ്താലും മതി. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പറഞ്ഞത് കണക്ക് തന്നെ വെരി ഗുഡ്, ഡൈനിങ് ആണ് പ്രശ്നം. രണ്ടാമത് അതിനേക്കാളൊക്കെ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ ഓരോ ഡോറുകൾ തുറക്കുമ്പോൾ അടുത്ത ഡോറുകൾ അടയുന്നു എന്നുള്ളത്. ഈ ഡോറ് തുറക്കുമ്പോൾ ഈ ഡോർ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ഈ ഡോർ അടയും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഡോറിന് 180 തുറക്കണം, ഇല്ലെങ്കിൽ ഇതിനെ നമ്മൾ പുറത്തേക്ക്. ഓക്കെ, അടുത്തൊരു പ്രശ്നം ഈ ഡോറിൽ നിന്നും ഈ ഡോറിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇതിനെയാണ് നമ്മൾ ട്രാഫിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ട്രാഫിക് ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നോക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, ഈ ഡോറിനെ നമ്മൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡോർ വയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ട്രാഫിക് ഡിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഈ ട്രാഫിക് ഡിസ്റ്റൻസ് മാക്സിമം കുറച്ചുകൊണ്ട് ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും. അതായത് ട്രാഫിക് ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസിലി ആക്സസിബിൾ ആയിട്ട് എല്ലാ റൂംസും കിട്ടുക എന്നുള്ള അതല്ലേ? അതല്ല, ഡോറിൽ നിന്നും നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്ന ആ ഡിസ്റ്റൻസ് കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് പ്ലാൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഇതൊരു ബെഡ്, ഇതിന് ഇവിടെ ഒരു ഡോർ, ഇതൊരു ടോയ്ലറ്റ്. ഓക്കെ, അപ്പൊ ബെഡ്റൂമിന്റേക്കുള്ള ഡോർ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുക. ഇതാണ് എന്റെ ബെഡ്, ഇതെന്റെ ടോയ്ലറ്റ്. പഴയ കാലഘട്ടത്തില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, പഴയ കാലഘട്ടത്തില് നമ്മൾ ബെഡ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ഡോർ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോഴുള്ളത് ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമുക്ക് ട്രാഫിക് ഡിസ്റ്റൻസ് ആയിട്ട്. പക്ഷെ ആ ഡോർ മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്താലോ എന്താണ് ഗുണം? പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് എത്താം. അപ്പോ ഇവിടെ നമുക്ക് ട്രാഫിക് ഡിസ്റ്റൻസ് എത്ര മാത്രമേ വരുന്നുള്ളൂ? ഈ ഒരു സർക്കിളിന്റെ ഈ ഒരു ഏരിയ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇവിടെ നമുക്ക് വേണമെങ്കിൽ കബോർഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കൊരു ടേബിൾ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ക്ലിയർ ആയോ? ഇതിനാണ് നമ്മുടെ ട്രാഫിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ട്രാഫിക് ഡിസ്റ്റൻസും ഏരിയയും ട്രാഫിക് ഏരിയയും കുറയ്ക്കാൻ പറ്റിയാൽ നിങ്ങളുടെ പ്ലാന്റെ യൂട്ടിലിറ്റി ഏരിയ കൂട്ടും. അതായത് ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ, ഒരു പെർഫെക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ വരച്ചിട്ട് അതിലൊരു 100 സ്ക്വയർ ഫീറ്റ് വേസ്റ്റ് ആക്കുന്നതിലല്ല കാര്യം. ആ 100 സ്ക്വയർ ഫീറ്റിനെ എങ്ങനെ വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കാം. പലപ്പോഴും പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ട്രാഫിക് ഡിസ്റ്റൻസുകൾ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിലും കുറയ്ക്കാതിടും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ നേരത്തെ ഞാൻ കാണിച്ച പ്ലാനിലുള്ള ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്തെന്ന് നോക്കൂ. ഇതാണ് ഡോറെങ്കില് നിങ്ങൾക്ക് ഇത്രയും സ്ഥലത്ത് വേറെ സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ ഒന്നും എനിക്ക് ഈ ബെഡിനെ എടുത്ത് ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും സ്ഥലം കറക്കി ഒഴിച്ചിടേണ്ടി വരും. ആ ഡിസ്റ്റൻസിനെ മാക്സിമം കുറയ്ക്കും. തൊട്ടടുത്താക്കിയാൽ അത്രയും പ്രയോജനം. അങ്ങനെ ആ ഡിസ്റ്റൻസിനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയാൽ നിങ്ങൾ പെർഫെക്റ്റ് എഞ്ചിനീയർ എന്ന് പറയും. അതായിരിക്കണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും. അതായത് ഡയഗണലായിട്ട് ഒരിക്കലും ഒരു ടോയ്ലറ്റും ബെഡ്റൂമും കൂടെ വരാൻ പാടില്ല. അത് അങ്ങനെ നിങ്ങൾ ഒരെണ്ണം വന്നാൽ അത് നിങ്ങളുടെ കഴിവുകൾ. അതായത് ഇവിടെ നോക്ക്, ഇവിടെ ഡോറ്, ഇവിടെ ഡോറ്, ഇതൊരു ഡയഗണൽ, ഏതാണ്ട് ഡയഗണല. അതേ സ്ഥാനത്ത് നമുക്ക് ഈ ഡോറിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഇത്ര ഡിസ്റ്റൻസേ പോകുള്ളൂ. ഈ ഒരു ഭാഗം മാത്രമേ പോകുള്ളൂ. ബാക്കി ഈ ഏരിയ ഇത്രയും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് ഇതിൽ വരുന്നത് ഈ സിറ്റ് ഔട്ടിന്റെ ഡോറ്. സിറ്റ് ഔട്ടിന്റെ ഡോറും നമുക്ക് 180 തുറന്നു വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് 2 പാളിയാക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് പകുതി തുറന്നു വെക്കാം, അപ്പോഴും ഇങ്ങോട്ട് തുറന്നു വെക്കേണ്ടി വരും. ഞാൻ ഡൈനിങ് റൂമിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലാതെ തന്നെ ഈ പ്ലാനിന് വിഷയം. പിന്നെ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിനകത്ത് ഇവരിട്ട് ഇതൊക്കെ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. ഒരുപക്ഷെ ഇവരിപ്പോ ഈ കോട്ടിയാടങ്ങ് ഒഴിവാക്കിയിട്ട് ഈ സ്റ്റെപ്പും കളഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ കയറിയാലും നമുക്ക് മുകളിലെത്താമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് എങ്കിലും കിട്ടിയില്ല. അപ്പൊ ഈ 2 സ്റ്റെപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള സ്പേസ് ഒരുപാട് പോയി കഴിഞ്ഞു. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിൽ തന്നെ ഈ ഡൈനിങ് ടേബിൾ അങ്ങനെയൊക്കെ വരച്ചു വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല, ഉപയോഗിക്കാനും പറ്റത്തില്ല. വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് അവിടെ ഡൈനിങ് ടേബിൾ വരച്ചു വെച്ചു എന്നുള്ളത് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാനുകളെ നിങ്ങൾക്ക് ശരിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട്. ഇത് കാണുമ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ. അപ്പൊ ഇതിനൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം, ഡൈനിങ് ടേബിൾ വളരെ ചെറുതായി പോയി, അതൊന്ന് വലുതാക്കി എടുക്കണം. ബെഡ്റൂം ഒക്കെ വലുതാണ്, പക്ഷെ ടോയ്ലറ്റിന്റെ ഡോറ് കൊണ്ട് ഒരു കോർണറിൽ കൊണ്ടുവച്ചത് കാരണം ആ ട്രാഫിക് ഡിസ്റ്റൻസ് കൂടിപ്പോയി. ഇനി കിച്ചന്റെ ഡോറ് സാധാരണ ഡോറാണെങ്കിൽ അത് തുറക്കുമ്പോൾ വർക്ക് ഏരിയയുടെ ഡോറ് അടയും. ഇനി ഈ ഡോറ് നമ്മൾ തുറന്നു വെച്ചാലും ഈ ഡോർ ഇങ്ങനെ നിൽക്കും, ഈ ഡോർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് സെൻട്രൽ ഡോറേ കൊടുക്കും. അപ്പൊ സെൻട്രൽ ഡോർ കൊടുത്തതിന്റെ നേരത്തെ നമ്മൾ അറിഞ്ഞായിരുന്നു, അത് നമുക്ക് 180 തുറക്കേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു റൂമിന്റെ ഡോറുകൾ തുറക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു പെർഫെക്റ്റ് എഞ്ചിനീയറുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും, അയാൾ തുറക്കുന്ന ഡോറുകളെല്ലാം 90 ഡിഗ്രി ആയിരിക്കും തുറക്കുക, 180 ഡിഗ്രി തുറക്കാനായിട്ട് പാടില്ല. അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഈ ഏരിയ കൊണ്ട് വേസ്റ്റ് ആയി. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതങ്ങ് സ്റ്റെയർ കേസ് റൂം ആക്കിയാൽ പിന്നും ഒറ്റ വിശാലമായ ഹാളെങ്കിലും കിട്ടും. ഈ ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്ന ഏരിയയെ ഒരു സ്റ്റെയർ കേസ് റൂമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഏരിയയെങ്കിലും നമുക്ക് നല്ല വിശാലമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോർട്ട്യാർഡിന്റെ മുകളിലോട്ടൂടെ കയറ്റത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് സ്റ്റെപ്പ് തുടങ്ങി ഇങ്ങനെ കയറ്റിയാലും ഇതും മാറിക്കിട്ടും, ഇതും മാറിക്കിട്ടും. അപ്പോഴും നമുക്ക് കുറെ കൂടെ സ്ഥലം ഫീൽ ചെയ്യും. ഇതും വേണ്ട, ഇതും നമുക്ക്. അപ്പോൾ കുറച്ച് ഡ്രോയിങ് റൂമിനെങ്കിലും നല്ല സ്ഥലം കിട്ടും. ഇനി അടുത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനെ സ്റ്റെയർ കേസ് ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ, ഈ ഏരിയ സ്റ്റെയർ കേസ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ ഇത് മൊത്തം ഇവിടെ നിന്ന് മാറി കിട്ടും. അപ്പോൾ കുറച്ച് വലിയ ഡ്രോയിങ് ഹാളും ഒരു ഡൈനിങ് ഹാളും കൂടെ വലുതായിട്ട് കിട്ടും. നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും അത്യാവശ്യത്തിന് വേണ്ട വലിപ്പം അവിടെ ഉണ്ടാവും. അപ്പോഴും നമുക്ക് ഈ കോർട്ട്യാർഡിന്റെ അടി എന്തിനു ഉപയോഗിക്കുമെന്ന് ഇപ്പോഴും ആർക്കും പിടിയില്ല. ഈ കോർട്ട്യാർഡിലേക്ക് നമ്മൾ എങ്ങനെ വരുമെന്ന് പോലും ഇപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നോക്ക്, കോർട്ട്യാർഡിലേക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, ഈ പ്ലാനിൽ കോർട്ട്യാർഡിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ എത്താം. അതായത് ഈ 4 സ്റ്റെപ്പ് കയറിയിട്ട് ലാൻഡിങ് വരുന്നു, ആ ലാൻഡിങ്ങിൽ നിന്നാണ് നമുക്ക് പിന്നെ ഒരു കുഴിയിലേക്ക് ചാടിയാലേ കോർട്ട്യാർഡിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്ലാനുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടാം. അപ്പൊ അവയെയൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കാനും അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുമാണ് ഈ ക്ലയന്റ് ഈ പറയുന്ന കണക്ക് ക്യാഷ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തണം. ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾ ഇത് പഠിക്കണമെന്നും, ജോലിക്കാരാകുന്നതല്ല ജോലി കൊടുക്കുന്നവരാകണം, അല്ലെങ്കിൽ ജോലിയോടൊപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൂടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം.
പിന്നീട് പാസ്വേഡിന്റെ കാര്യം ഞാനത് എൻ്റെ കാര്യം അറേഞ്ച് ചെയ്ത് തരാം. ഗൂഗിൾ ഫോം അയച്ചവർക്കെല്ലാം 5000 രൂപ വിലയുള്ള സോഫ്റ്റ്വെയർ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ തരാം. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വെർഷൻ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതുപോലെ നാളെയും ഇതിന്റെ ലിങ്ക് ഒന്നും അയക്കത്തില്ല. ഇന്ന് ഇട്ട ആ ലിങ്ക് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഉള്ളത്. അടുത്ത് ഞാൻ ഇന്നിപ്പോൾ ഒരു ഗൂഗിൾ ഫോം ഇടാം. അപ്പൊ അതിൽ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അയക്കും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല വേറെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടാണേ. ആ ചോദിച്ചു. അതായത് ഇപ്പം മെയിൻ കിച്ചൺ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മെയിൻ കിച്ചണിന്റെ സൈസ് നല്ല രീതിക്ക് മാറ്റിക്കൊണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? എവിടെയാണ് ഈ പ്ലാനിലാണോ നമ്മൾ പറയുന്നത്, അത് വേറെയാണോ? ഈ പ്ലാനിലല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. പൊതുവെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. മെയിൻ കിച്ചൺ വേറെ എങ്ങോട്ടെങ്കിലും ആക്കി മാറ്റുന്നതിന് പ്രശ്നമുണ്ടോ? അത് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ വാസ്തുപ്രകാരം മാറ്റിയിട്ട്? അല്ല, അതില് ഡയറക്ഷന് പ്രാധാന്യം പറയുന്നു. അപ്പോ ഡയറക്ഷന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ കാറ്റ് തെക്കുന്നും പടിഞ്ഞാറുന്നുമാണ് കാറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി നിന്ന് കത്തിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈ സൂര്യനൊക്കെ ഉദിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാറ്റ് അകത്തോട്ടടിക്കും. അങ്ങനെ കാറ്റടിക്കുമ്പോൾ നമുക്ക് കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാസ്തുവിന്റെ ഡയറക്ഷന്റെ കാര്യത്തിൽ പറയുന്നു. ഇപ്പൊ അടുത്ത ദിവസം വേണമെങ്കിൽ ഞാൻ അതിന്റെ ക്ലാസ് വേണമെങ്കിൽ എടുത്തു തരാം. അപ്പൊ ഏതൊക്കെ പൊസിഷനുകളിൽ ചെയ്യണം, കിണറിനൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ സ്ഥാനം കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എടുത്തു തരാം. അതെ, വാസ്തുപ്രകാരം 3-4 ദിക്കുകളുണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് വേറെ സബ്ജക്ട് പറയും. പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കും, അതിനുശേഷം ഞാൻ ഓക്കെ. അങ്ങനെ നാളെ നമുക്ക് അങ്ങനെ ഒരു കിണറിന്റെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ ഈ സൂത്രങ്ങൾ എന്നൊക്കെ പറയും, ഇതിന്റെ ഹോളൊക്കെ നമ്മൾ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഈ മനുഷ്യാലയന്ത്രിക പ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും, ഇപ്പൊ പൂജാമുറിയുടെ സ്ഥാനം എവിടെയാണ്, അതുപോലെ ബെഡ്റൂമുകൾ നമുക്ക് എവിടെ കൊടുക്കണം, അങ്ങനെയുള്ള കുറെ കിച്ചന്റെ സ്ഥാനം, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഒരാൾ പറയുന്നു അതിന്റെ ക്ലാസ് വേണമെന്ന് പറയുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണക്ക് അവസാനം 15 പേരാകരുത്. എല്ലാവർക്കും വേണോ? ഇന്നലത്തെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും ഒക്കെയാണ്. ഇന്നലത്തെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും അല്ല, എന്താണ് വേറെ ക്ലാസ് വേണ്ടെന്ന് വെച്ചാൽ ഇത് വേണ്ടെന്നാണോ? വാസ്തു വേണ്ട, നമുക്ക് വേറെ ക്ലാസ് എടുക്കണമെന്നാണ്. അപ്പൊ എത്ര പേരുണ്ട് വേറെ ക്ലാസ് വേണമെന്നുള്ളത്? ഒരാൾ പറഞ്ഞേക്കുന്നു അല്ലേ, ഐഷ. സാറേ, റൂമിന്റെ പൊസിഷൻ വരുന്ന ക്ലാസ് വേണമായിരുന്നു. കാര്യം പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരുപാട് റൂമിന്റെ പൊസിഷൻസ് അറേഞ്ച് ചെയ്യുന്നതിൽ ക്ലാസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന പ്ലാൻ വീണ്ടും മാറ്റണമെന്ന് പറഞ്ഞ ആൾക്കാർ വരും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. കാര്യം ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്താൽ പഠിക്കേണ്ടത്. അല്ല, ഈ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നാളെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്തില്ലല്ലോ. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തത് ഇതിനെക്കുറിച്ച് മാത്രമാണ്. കണക്ക് കാൽക്കുലേഷൻ എങ്ങനെയെന്നുള്ളതാണ് എടുത്തത്. റൂമിന്റെ പൊസിഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെയാണ് പറഞ്ഞേക്കുന്നത്, അത് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഒന്ന്, ഞാനൊരു ഓപ്ഷൻ പറയും. ഇന്നിപ്പോൾ ഉള്ളതിൽ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം ഞാൻ ചെയ്യും. ഒന്ന്, ഞാൻ പറയുന്നത് വാസ്തുവിന്റെ പൊസിഷനെ കുറിച്ചും അതുപോലെ തന്നെ റൂമുകൾ എവിടെയൊക്കെ കൊടുക്കണം, കിണർ എവിടെ കൊടുക്കണം, അങ്ങനെ കൊടുക്കത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ സിലബസ് പ്രകാരമുള്ള അടുത്ത ക്ലാസ്സിലേക്ക്. അങ്ങനെയാണ് ഒരു ക്ലാസ് പറ്റത്തുള്ളതെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് മതി. കാരണം കൃത്യമായിട്ട് കയറിയിട്ടുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവത്തില്ലേ? കേട്ടില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തത് വാസ്തുവിന്റെ കാൽക്കുലേഷനെ കുറിച്ചാണ്. ഒരു വീട് എത്ര കണക്കിലായിരിക്കണം, എന്തൊക്കെയാണ് ഏത് ദിക്കിലേക്ക് നോക്കി വെക്കണം എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഇന്നിപ്പോ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മുറികളും എവിടെ വരണം, ഇപ്പൊ കിച്ചൺ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഇതിന് പറയാൻ പറ്റില്ല. അത് ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ കൊടുക്കാൻ പറ്റും, കിച്ചൺ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ട് പഠിക്കാൻ പറ്റും.
അത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. പെട്ടെന്നാകട്ടെ. ഇപ്പോ ക്ലിയർ ആയോ? ആ ക്വസ്റ്റ്യൻ ക്ലാസ് അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് സബ്ജക്റ്റാ സാർ എടുക്കാൻ ഉദ്ദേശിച്ചത്? അതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടായിരിക്കും. ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും. പഞ്ചായത്ത് ഡ്രോയിങ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? കേട്ടില്ല? പഞ്ചായത്ത് ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യലെന്ന്? അത് വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഏതെങ്കിലും ഒരു ക്ലാസ് കൂടെ പറയുന്നത്, ആ ഒരു ക്ലാസ് കൂടെ എടുക്കാം. പഞ്ചായത്ത് ഡ്രോയിങ് എടുത്താൽ ഒന്നുകൂടി നന്നായിരുന്നു. ഒരാൾ പഞ്ചായത്ത് ഡ്രോയിങ് പറഞ്ഞു, ബാക്കി വാസ്തുവിന്റെ കാര്യങ്ങൾ എത്ര പറയുന്നു? സാറേ ആ സൺഡേയിലില്ലേ, ആ അതിലധികം ആൾക്കാരും വന്നിട്ടില്ല. കാരണം സൺഡേയിൽ അധികം ക്ലാസ് ഇല്ലാന്ന് കരുതിയിട്ടുണ്ട്. അല്ല, അത് തന്നെ, അത് ഞാൻ റെക്കോർഡിങ് കൊടുക്കാന്ന് പറഞ്ഞു. മിക്കവാറും അതിന്റെ അടുത്ത ആ. ദിവസം റെക്കോർഡ് ആയിട്ട് പ്ലേ ചെയ്യാം ആ സമയത്ത്. ഓക്കെ. ഈ റെക്കോർഡ് ക്ലാസ് നമുക്ക് എവിടുന്നാ കിട്ടുക? അല്ല, നിങ്ങൾ കയറിയാൽ മതി, ആ ലിങ്കിൽ തന്നെ കയറിയാൽ മതി. മറ്റൊന്നാ കയറിയാൽ മതി, ഈ സെയിം ക്ലാസ് തന്നെ അത് റെക്കോർഡഡ് ആയിട്ട് പ്ലേ ചെയ്യും. സാറേ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിക്കൂടെ ക്ലാസ് ഇടണേ? അത് ഓഫീസിൽ നിന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം. അതിനുള്ള അനുവാദം കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഈ നമ്പറുകളൊക്കെ പരസ്പരം ഉപയോഗിക്കുകയും അത് പിന്നീട് ഇതൊക്കെ ഉണ്ടാകുക, പല മെസ്സേജ് ഒക്കെ അയക്കുന്ന പല പരാതികളും വന്നതുകൊണ്ടാണ്. സാറേ അത് നമ്പർ കാണാതിരിക്കാനുള്ളതുണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ? നമ്പർ ആ, കാണാതിരിക്കാനുണ്ടോ ഗ്രൂപ്പ്? അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ അങ്ങനെ ആ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആളുടെ നമ്പർ ഒന്ന് ഞാനൊന്ന് ഓഫീസിൽ കൊടുത്ത് അവർ വിളിക്കാപ്പോ എന്ന് പറഞ്ഞു. നമ്പർ ഒന്ന് ചാറ്റിൽ ഇടും. ആ ചാറ്റിൽ നമ്പർ ഇടും. ശരി, നിങ്ങൾ ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. കുറച്ച് പേര് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, കുറച്ച് പേര് വാസ്തു വേണമെന്ന് പറയുന്നു. ഞാനിതൊന്ന് നോക്കട്ടെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നാളെ എടുക്കാം. ഓക്കെ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, പെട്ടെന്നാകട്ടെ, സമയം കഴിയും. ഇന്നത്തെ ടോപ്പിക് അല്ല, ഇന്നലത്തെ ടോപ്പിക്ക് സോറി മിനിങ്ങാനത്തെ ടോപ്പിക് ജനറൽ ആയിട്ട് അല്ലാതെ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫോൺ വിളിച്ച് ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അല്ല, നമ്മൾ എടുത്ത ടോപ്പിക് തന്നെയാ സാർ, ക്ലാസ് പഠിപ്പിച്ച ടോപ്പിക് തന്നെയാ. പറഞ്ഞു. നമ്മുടെ ഈ സർവേ കല്ലിന്റെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ടും റോഡും വേർതിരിക്കുന്ന ബൗണ്ടറി വരുന്നിടത്തുള്ള സർവേ കല്ലിന്റെ അളവെടുക്കുന്ന സമയത്ത് സെന്റർ എടുക്കുവോ കല്ലിന്റെ എഡ്ജ് ആയിരിക്കുമോ നമ്മൾ എടുക്കുന്നത്? റോഡ് സൈഡിൽ വരുന്നത് അല്ലെ ചോദിച്ചേ? റോഡ് സൈഡിൽ, അതെ അതെ, റോഡ് റോഡ് സൈഡിൽ വരുമ്പോൾ കല്ല് നമ്മളല്ലേ ഇടുള്ളൂ. അപ്പൊ കല്ലിന്റെ എൻഡ് വരെ എടുക്കാം. കല്ലിന്റെ എൻഡ് വരെ എടുക്കാം. ആ, ഓക്കെ സാർ. ഓക്കെ, ഞാൻ നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് കൊടുക്കാം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, നാളത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. മറ്റന്നാളും ഈ ക്ലാസ് ഉണ്ടാവും, ഇതേ ലിങ്ക് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. ഓക്കെ, ശരി. ഇപ്പൊ നമ്പർ ഇട്ട ആളിനെ ഞാൻ കോൺടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് കൊണ്ട് വിളിച്ചോണേ. ശരി, ഓക്കെ, താങ്ക് യു.